ഷാലോമിൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഒരു പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുതുവത്സരത്തിൻ്റെ ആശംസകൾ കൈമാറുന്നതിൻ്റെ തിരക്കിലാണ് നാം. ഹാപ്പി ന്യൂ ഇയർ, നന്മയുണ്ടാകട്ടെ, എന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് നാം പരസ്പരം പങ്കുവയ്ക്കുന്ന നാളുകളാണ്. സന്തോഷഭരിതമായ ആ ഒരു ആശംസ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഞാനും നേരുന്നു. പുതുവത്സരം സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടേതുമായിരിക്കട്ടെ. സങ്കീർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ വായിക്കുന്ന വേദഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രത്യാശ നിറച്ചിരിക്കുന്ന വചനങ്ങളാണ്. മർദ്ദിക്കപ്പെട്ടവൻ പ്രത്യാശ നോക്കി പാർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. നാം ഒരു പുതുവത്സരത്തിൻ്റെ വലിയ പ്രതീക്ഷയിലും വലിയ ഉത്സാഹത്തിലും കാത്തിരിക്കുന്നു. ഇനിയുള്ള എല്ലാ ദിനങ്ങളും നമുക്ക് സന്തോഷം അനുഭവിക്കുന്നതിന് ഇടയാകണം. ദൈവം എൻ്റെ പക്ഷത്ത് നിൽക്കണം. എൻ്റെ ക്ലേശങ്ങളിൽ ദൈവം എന്നെ അറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണം. ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനി തൻ്റെ സുഹൃത സംഭാഷണങ്ങൾക്കിടയിൽ പിതാവ് പറയുമായിരുന്ന ഒരു കാര്യം, ദൈവസേവനം ഉത്തമമാണ്, ദൈവസമ്പാദനം അത്യുത്തമമാണ്. ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയും മഹത്വവും. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ദൈവസമ്പാദനം സുവിശേഷത്തോട് ചേർന്നു പോകുന്ന സുഹൃത വാക്കുകളാണത്. ഈ ദൈവം നമുക്ക് അടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഈ ദൈവത്തെ മുഴുവൻ കാണാൻ നമുക്ക് കഴിയുക. ഈ ദൈവത്തിൻ്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനെന്ന നിലയിൽ പരിമിതമാണെങ്കിലും കാണാൻ, ആ കാഴ്ച കാണാൻ നമുക്ക് കഴിയും. ഈ ദൈവം എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നതെന്ന് അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് വേദനിക്കുന്നവൻ്റെ ദൈവമാണെന്ന് പറയാൻ ഒരിക്കലും മടിയാകില്ല. മലങ്കര ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാനയിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന പദ്ധതിയെക്കുറിച്ച്, നമ്മുടെ ഇടയിൽ അവിടുന്ന് വ്യാപരിക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന കുർബാനയുടെ ഒരു ഭാഗമുണ്ട്. ഈ ദൈവം ആരാണ്? ഈ ദൈവം എങ്ങനെയാണ് ഇടപെടുക? ഈ ദൈവം നിൻ്റെ അടുത്ത് നിൽക്കുന്നത് നീ കാണുന്നുവോ? തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ.
ദൈവം നിൻ്റെ കൂടെ നിൽക്കുന്നു. മകനെ, മകളെ, നിന്നെ അലട്ടുന്ന വിഷയം എന്താണ്? എല്ലാവരും എന്നെ ഉപേക്ഷിക്കുന്നു. ആരും എൻ്റെ കൂടെയില്ല. എന്നോട് സംസാരിക്കാൻ, എന്നെ കേൾക്കാൻ ആരുമില്ല. എൻ്റെ ദൈവം പോലും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന് നീ കരുതുമ്പോൾ വിശുദ്ധ കുർബാന നിന്നെ പഠിപ്പിക്കുന്നു. തൻ്റെ കരുണയാൽ നിന്നെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയ പിതാവ് നിന്നോടൊപ്പം. ഇമ്മാനുവേൽ അവൻ. ഇനി എനിക്ക് വേണ്ടി ക്ലേശമെടുക്കാൻ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? എൻ്റെ കൂടെ കരയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിലും ഒരല്പം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ലേ? ഈ അന്വേഷിക്കുമ്പോഴും വേദനിക്കുമ്പോഴും നീ കുർബാനയിലെ ഈ പ്രബോധനം നീ ഓർക്കുക. തൻ്റെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ദൈവം നിന്റെ പക്ഷത്താണ്. ക്രൂശിതനായവനിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുമോ? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗം നീ എന്തേ മറന്നുപോകുന്നു? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ. നിന്റെ ചെറിയൊരു വേദനയുടെ കാര്യമാണ് നീ പറഞ്ഞത്. പരിത്യക്തനായവൻ രക്ഷകനായി നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന കാര്യം നീ മറന്നു പോകരുത്. നമുക്കൊരാൾക്കൂട്ടത്തിലേക്ക് പോകാം. ബറാബാസും യേശുവും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ മധ്യേ നിൽക്കുന്നു, ആരവങ്ങൾക്കിടയിൽ നിൽക്കുന്നു. പീലാത്തോസ് ചോദിക്കുന്നു, ആരെ വിട്ടുതരണം? ലോകം അറിയുന്ന, അവരുടെ ലോകത്തറിയപ്പെടുന്ന, എല്ലാ മനുഷ്യർക്കും പേടിസ്വപ്നമായ ബറാബാസ്, നിരപരാധിയായ യേശു. ചോദിക്കുന്നു വീണ്ടും, ആരെ ക്രൂശിക്കണം, ആരെ വിട്ടയക്കണം? ആരവം ഇങ്ങനെ ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നു, യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടയക്കുക. പരിത്യക്തൻ, മകളെ, മകനെ, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കാര്യം നീ മറന്നോ? അല്പസമയം മുമ്പ് നീ എന്താ പറഞ്ഞേ? നിനക്കാരുമില്ലെന്ന്, നിന്റെ കൈ പിടിച്ചുയർത്താൻ ആരുമില്ലെന്ന്, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞു നിർത്തിയത്? തൻ്റെ വിലയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. നിന്റെ കൈ വേദനിച്ചപ്പോൾ മാത്രമല്ല, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാത്രമല്ല, നിനക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചപ്പോഴും നിന്റെ ദൈവം നിന്നോടൊപ്പമായിരുന്നുവെന്ന് നീ ഓർക്കുക. നിസ്സാരമായി കാണരുതേ. നിസ്സാരമായി ഈ ക്രൂശിതനെ തള്ളിക്കളയരുത്. നീ ആരുമില്ലാത്തവളാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഇനിയും നിന്റെ ദൈവം അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാൻ ഇരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ഇമ്മാനുവേൽ. ഉണ്ടായിട്ടുള്ളത്, നിലവിലുള്ളത്, ഇനി ഉണ്ടാകാനിരിക്കുന്നത്, ഇതെല്ലാം പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. അവൻ വന്നു കഴിയുമ്പോൾ സകലതും പൂർത്തീകരിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? സകലതും പൂർത്തീകരിക്കുന്ന ദൈവം
അത് നിന്നോടൊപ്പം ഇമ്മാനുവേലായി ഉണ്ട്. പ്രത്യാശയോടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, മകനെ, മകളെ, നീ ഒന്ന് ശ്രദ്ധിക്കുമോ? മനുഷ്യന് തരാവുന്ന സഹവാസം, മനുഷ്യന് നമുക്ക് ഏൽപ്പിക്കാവുന്ന ബന്ധം, അടുത്ത് നിൽപ്പ്, അതിന് പരിമിതിയുണ്ട്. ഒരിക്കൽ രസകരമായൊരു അനുഭവം ഉണ്ടായി. ഒരു മരണത്തിൻ്റെ വേളയിൽ, ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു വൈദികൻ ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ മരിച്ചയാളിനെ എവിടം വരെ അനുഗമിക്കും? അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അച്ചോ, അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം, മാക്സിമം കല്ലറ വരെ. അതിനപ്പുറത്തേക്ക് അനുഗമിക്കാൻ നമുക്ക് ആവില്ല എന്ന്. എന്നാൽ നമ്മെ കൂടെ ഇരുത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിലോ, നമ്മെ കൂടെ വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിലോ, നിനക്കറിയാവുന്ന ഒരാൾ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് ധരിക്കുക. നമുക്ക് ആ ആളിനെക്കുറിച്ച് എന്ത് മതിപ്പാണ്, എന്ത് പ്രതീക്ഷയാണ്. അപ്പൻ്റെ കൈവിരലിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പൈതൽ ലോകത്തിലേറ്റവും ശക്തനാണ്. അവനെന്താ വിചാരിക്കുക? എനിക്കൊന്നും ഭയപ്പെടേണ്ടതില്ല, വലിയ ശക്തനായവൻ്റെ കൈകളിലാണ് ഞാൻ പിടിച്ചിരിക്കുക. വലിയ ഗ്യാരണ്ടിയാണ്, വലിയ ഉറപ്പാണ്. അവൻ തീയിൽ നടന്നാൽ പോലും അവനതൊന്നും ഏശുകയില്ല. അവൻ്റെ മുമ്പിലുള്ള എന്താ പ്രതിബന്ധമെന്ന് പറഞ്ഞാലും അവന് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം അവൻ പിടിച്ചിരിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ കൈവിരലിലാണ്. അവനെ സംബന്ധിച്ച് ലോകത്തിലേറ്റവും പ്രബലനായ വ്യക്തിയാണ് അവൻ്റെ അപ്പൻ. അപ്പൻ സംരക്ഷിച്ചുകൊള്ളും. വിശ്വാസത്തിൻ്റെ നിറവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വിരൽത്തുമ്പിൽ പിടിക്കാൻ നമുക്ക് ഒരു ദൈവം താണു വന്നിരിക്കുമ്പോൾ ആ വിരൽ നമുക്ക് അന്യാധീനമായി നിൽക്കുമോ? അസ്പർശ്യമായി നമുക്ക് തോന്നുമോ? അകലെയായി നമുക്ക് അനുഭവപ്പെടുമോ? എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. പ്രത്യാശയോടെ നമുക്ക് പുതിയ വർഷത്തെ സമീപിക്കാം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് വിചാരിക്കുന്നതിനല്ലല്ലോ നാം പരിശ്രമിക്കുക. എന്ത് സംഭവിച്ചാലും അതിനുപരിയായി നിൽക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരം എന്നോടൊപ്പമുണ്ട്. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വഴി നടത്തിയ ദൈവം എൻ്റെ മുൻപിലുണ്ട്. അവൻ്റെ കരം എൻ്റെ മേലുണ്ട്. എത്ര മനോഹരമായ, എത്ര ഊഷ്മളമായ ഒരു ബന്ധം പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്നു. ഈ ലോകം അതിവേഗം മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. മാറ്റമെന്നതൊഴികെ മറ്റെല്ലാറ്റിനും മാറ്റമുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യന് വിട്ടുപിരിയാത്ത ഒരു ബന്ധം സൃഷ്ടിച്ചതും വീണ്ടെടുത്തതും സകലതും പൂർത്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ ഭാവരൂപമായി
പരിശുദ്ധ തൃത്വം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുമ്പോൾ വിട്ടുപിരിയാത്ത ബന്ധം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ കരം പിടിച്ച് പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ പിടിക്കാൻ നമുക്കൊരു കൈയുണ്ടല്ലോ, അങ്ങനെ ചേർത്ത് വയ്ക്കാൻ നമുക്കൊരു ദൈവമുണ്ടല്ലോ. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് പിതാവും എന്ന് നമ്മോട് പറയാൻ നമുക്കൊരു ദൈവമില്ലേ? നമ്മെ അറിയുന്ന രക്ഷകനായ യേശു ക്രിസ്തു എന്ന ഒരു പുത്രൻ നമുക്ക് മധ്യസ്ഥനായി ലഭിച്ചിട്ടില്ലേ? പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദൻ, പാറക്കലീത്ത നമ്മുടെ പക്ഷത്തില്ലേ? നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് അസ്വസ്ഥനാകണം? നീ നിന്റെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. അവിടുന്ന് നിന്നെ വഴി നടത്തും. നന്മയുടെ വഴിയെ നടക്കാൻ പുതിയ വർഷത്തിൽ നമുക്കാവണം. ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും ധാരണപ്പിശകുകൾക്കുമെല്ലാം വിധേയപ്പെട്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാതെ ഇരിക്കുന്ന പ്രവണതകളിൽ നിന്ന് നാം വിട്ടുമാറണം. നമ്മുടെ ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല. കലഹപ്രിയരിൽ പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. കരയുന്നവരോടൊപ്പം കുഴിമാടത്തിങ്കൽ കരയുന്ന ദൈവത്തിൻ്റെ ചിത്രം ലോകത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാർത്തയെയും മേരിയെയും ലാസറിനെയും ആശ്വസിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ കരയുന്ന ചിത്രം, കൂടെ നിന്ന് കണ്ണീരൊപ്പുന്ന ചിത്രം. എന്തേ, നിനക്കതിൽ വിശ്വാസമില്ലേ? ക്ലേശങ്ങളിൽ നീ തകർന്നു പോകരുത് മകനെ. പരീക്ഷണങ്ങളിൽ നീ വീണു പോകരുത് മകളെ. നിനക്ക് ഒരു രക്ഷകനുണ്ട്. വേദന അറിയാത്ത ഒരു ദൈവമല്ല നിന്റെ കൈ പിടിച്ചിരിക്കുക. ലോകത്തിലാരും നേരിടാത്ത ക്രൂശ് മരണത്തിൻ്റെ വേദന നെഞ്ചിലേറ്റിയ ഒരു ദൈവം നീ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് വേദന സഹിച്ചവനെ എന്നല്ലല്ലോ. ലോകം പരിത്യജിച്ചപ്പോഴും പിതാവിനെ പരിത്യജിക്കാത്ത ഒരു ദൈവം, മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി ഈ ക്രൂശിലേറുവാൻ നീ വിധിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ ആ വിളി സ്വീകരിച്ച ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ എന്ന്. ദുഃഖവെള്ളിയാഴ്ചയിൽ നീ പ്രാർത്ഥിക്കുമല്ലോ. എന്താ? ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മനുഷ്യനുണ്ടാക്കിയ ക്രൂശ് രൂപത്തിലെ ഒരു മരത്തടി അവിടെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തി വച്ചിട്ട് നീ നിൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ഈ സ്ലീബായെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നീ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? ഞങ്ങൾക്ക് അതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ആര് പറഞ്ഞു ഈ മരത്തടിയിൽ രക്ഷയുടെ അടയാളമുണ്ടെന്ന്? നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി ക്രൂശിലേറിയ ദൈവമാണ്. ക്രൂശിലേറിയവൻ വേദന മുഴുവൻ ഇവിടെ വിതറിയിട്ടല്ല പോയിരിക്കുക. ക്രൂശിലേറിയവൻ സമ്മാനിച്ചിട്ട് പോയത് അനുഗ്രഹത്തിൻ്റെ വലിയ കൃപ ചൊരിഞ്ഞിട്ടാണ്. നിങ്ങൾ ഈ സുവിശേഷം അറിയിപ്പിൻ. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഒരു നാളല്ല,
ഒരു മാസമല്ല, ഒരു വർഷമല്ല, യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളോ ലോകമെങ്ങും പോയി ഈ സദ്വാർത്ത അറിയിച്ചു കൊണ്ടിരിക്കുക. 2024 പ്രവേശിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ നിനക്കിതുവരെ ആയിട്ടില്ലെങ്കിൽ 2024 നീ ഒരു സാക്ഷിയായി മാറുക. സുവിശേഷം നീ പ്രസംഗിക്കുന്നെങ്കിൽ നീ നിൻ്റെ ഒരു ഓബ്ലിഗേഷൻ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. നീ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ശ്ലീഹ നിന്നെ പഠിപ്പിക്കുന്നത് പോലെ നിനക്ക് മഹാദുരിതം. വോ ടു മീ ഇഫ് ഐ ഡോണ്ട് പ്രീച്ച് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് മഹാദുരിതം എന്ന് ശ്ലീഹ പറയുന്നെങ്കിൽ ബോധ്യപ്പെട്ട വിഷയമാണ്. പ്രത്യാശയിൽ മുൻപോട്ട് പോകുമ്പോൾ നിൻ്റെ ഓബ്ലിഗേഷൻസ് നീ മറക്കാതെ ഇരിക്കുക. നീ ആരുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നുവെന്ന് നന്നായി നീ ഓർമ്മിക്കുക. യേശുവിനെ പരീക്ഷിച്ചവർ ഇന്നും സന്നദ്ധരായി ചുറ്റുപാടും നിൽക്കുന്നു എന്ന് നീ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്നവർക്കെതിരെ വാളും പരിചയവുമായി അനേകർ ഇന്നും നിൻ്റെ ചുറ്റുപാടുമുണ്ടെന്ന് വസ്തുത നീ മറക്കാതെ ഇരിക്കുക. ചെങ്കടൽ ഭാഗിച്ചവനും മരുഭൂമിയിൽ മന്ന നൽകിയവനും വിശന്നപ്പോൾ കാടപ്പക്ഷി നൽകിയവനും മാറായിലെ വെള്ളം മധുരമാക്കി മാറ്റിയവനും മരിച്ചവനെ ഉയർപ്പിച്ചവനും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചവനും നമുക്ക് വേണ്ടി മരിച്ചവനും മരണത്തിൽ നിന്ന് ദൈവപിതാവ് ഉയർപ്പിച്ചവനുമായ നമ്മുടെ കർത്താവ്, പുതിയ നിയമത്തിലെ രക്ഷകനായ യേശു ക്രിസ്തു എന്ന നമ്മുടെ ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കും? നിൻ്റെ മനസ്സും ശരീരവും നിൻ്റെ പൂർണ്ണമായും നീ അവിടത്തേക്ക് സമർപ്പിക്കുക. 2024 എന്ന പുതുവത്സരത്തിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അചഞ്ചലമായി മുൻപോട്ട് പോവുക. ദൈവം നിന്നെ വഴി നടത്തും. കഷ്ടകാലങ്ങളിലും രോഗത്തിലും ആപത്തിലും സങ്കടത്തിലും നിരാശപ്പെട്ട നിമിഷങ്ങളിലും നീ ഓർക്കുക, ക്രൂശിതനായവൻ ഉദ്ധിതനായി മുൻപിൽ നിന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. പുതുവത്സരം ദൈവത്തിൻ്റെ ഈ ഉറപ്പ് നിങ്ങളിലേക്ക് വരുന്ന ഓരോരുത്തരിലേക്കും വരുന്ന അനുഭവം സമ്മാനിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ ഞാൻ നേരുന്നു. പ്രത്യാശയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്, ദൈവാഭിമുഖ്യത്തിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പുതുവത്സരത്തിൽ ദൈവം സമൃദ്ധമായി പരിപാലിക്കട്ടെ. കണ്ണീരൊപ്പട്ടെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമല്ലോ, അപ്പോൾ എളിയവനായ എന്നെയും ഓർക്കണമേ. എൻ്റെ ശുശ്രൂഷകളെ ധാരാളമായി അനുഗ്രഹിക്കും, ബലപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യാശ കൊണ്ട് ഈ മക്കളെ സ്ഥിരീകരിക്കണമേ. അങ്ങയോടുള്ള ബന്ധം ഇവരിൽ പവിത്രമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.